Hi friends, all of you welcome back to my YouTube channel. It's me അജിത്ത് അനശ്വര. അപ്പോൾ എഡ്യൂസോണിൻ്റെ പുതിയ വീഡിയോ ആണിത്. ഇന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. നമ്മൾ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. ഈ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായും ആ വീഡിയോ കൂടി വാച്ച് ചെയ്യുക. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ദോസ് ഹൂ ചേഞ്ച് കളർ ആൻഡ് ടേസ്റ്റ്, നിറവും രുചിയും മാറ്റുന്നവർ. അങ്ങനെ ഒരു തലക്കെട്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഹെഡിങ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു കുട്ടി ഒരു ഫ്രൂട്ട് സ്റ്റാളിന് മുന്നിലായിട്ട് നിൽക്കുന്നു. കുട്ടിയുടെ സംശയം ഇങ്ങനെയാണ്, ഡൗട്ട് ഇങ്ങനെയാണ്: ദ കളർ ആൻഡ് ദ ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട് ചേഞ്ച് വെൻ ദേ റൈപ്പൺ. പഴുക്കുമ്പോൾ ഫലങ്ങളുടെ നിറവും രുചിയുമെല്ലാം മാറുന്നു. വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ്? എന്താവാം ഇതിന് കാരണം? അല്ലേ, നമുക്കറിയാം ഒരു ഫലം പാകമാകുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ, പഴുക്കുമ്പോൾ അവ എന്ത് ചെയ്യുന്നു, അതിൻ്റെ നിറം മാറുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലാസ്റ്റിഡ്സ്, ജൈവകണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലാസ്റ്റിഡ്സ് ആർ ദ സെൽ ഓർഗനൽസ് that are exclusively found in plant cells. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ദേ ആർ ഓഫ് 3 kinds. അവ 3 തരമുണ്ട്. നെയ്മിലി ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ലുക്കോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് അഥവാ വർണ്ണഗണം, ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതഗണം, ലൂക്കോപ്ലാസ്റ്റ് അഥവാ ശ്വേതഗണം. യു നോ ദാറ്റ് ഫോട്ടോസിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതഗണമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിവുള്ളതാണ്. ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. വർണ്ണഗണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ etc. are certain pigments in chromoplast. വർണ്ണഗണങ്ങളിലെ ചില വർണ്ണങ്ങളാണ് സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ എന്നിവ. ഇതിൽ സാന്തോഫിലിന് യെല്ലോ കളറും, കരോട്ടിന് യെല്ലോയിഷ് ഓറഞ്ച് കളറും, ആന്തോസയാനിന് റെഡ് പർപ്പിൾ, ചുവപ്പും പർപ്പിൾ നിറങ്ങളുമാണ് ഉള്ളത്. വേരിയസ് റേഞ്ചസ് ഓഫ് ദീസ് പിഗ്മെൻറ്റ്സ് ഇമ്പാർട്ട് ഡിഫറെൻ്റ് കളേഴ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്സ്. ഇവയുടെ ഏറ്റക്കുറച്ചിലാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്നത്. ലുക്കോപ്ലാസ്റ്റ് ആർ പ്ലാസ്റ്റിഡ്സ് ഹാവിങ് നോ സ്പെസിഫിക് കളർ. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ അഥവാ ലുക്കോപ്ലാസ്റ്റ്. ലുക്കോപ്ലാസ്റ്റ് ആർ സീൻ ഇൻ പ്ലെൻറ്റി ഇൻ ദ സെൽസ് വെയർ ഫുഡ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ആസ് ഫ്രൂട്ട്സ് റൈപ്പൺ, ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ച് ടു ക്രോമോപ്ലാസ്റ്റ്. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ വർണ്ണഗണങ്ങളായി മാറുന്നു. സ്റ്റാർച്ച് ഈസ് കൺവെർട്ടഡ് ടു ഷുഗർ. അന്നജം പഞ്ചസാരകളായും മാറുന്നു. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ ദ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും
രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം. സ്ക്രീനിൽ നിങ്ങൾക്ക് അനിമൽ സെല്ലിൻ്റെ പിക്ചർ കാണാനായിട്ട് സാധിക്കും. ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗ ക്ലാസ്സുകളിൽ നമ്മൾ പ്ലാന്റ് സെല്ലിൻ്റെ പാർട്സ് പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ നമ്മൾ പരിചയപ്പെടാത്ത ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് അനിമൽ സെല്ലിനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കാം കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന് സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരം. അത് നമ്മൾ ഇവിടെ കണ്ടതാണ്, പ്ലാന്റ് സെല്ലിലും കണ്ടതാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നു ന്യൂക്ലിയസ് അഥവാ മർമ്മം. തേർഡ് കാണിച്ചിരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് പ്ലാന്റ് സെല്ലിലും നമ്മൾ കണ്ടതാണ്. ഗോൾജി കോംപ്ലക്സ് അല്ലേ, ഗോൾജി കോംപ്ലക്സും നമ്മൾ പ്ലാന്റ് സെല്ലിൽ കണ്ടതാണ്. അടുത്ത് കൊടുത്തിരിക്കുന്ന ഭാഗമായ ലൈസോസോം, അത് നമ്മൾ എവിടെ കണ്ടില്ല, പ്ലാന്റ് സെല്ലിൽ കണ്ടില്ല, പക്ഷേ എവിടെയുണ്ട്, അനിമൽ സെല്ലിലുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന സെൻട്രോസോം, അതും നമ്മൾ അനിമൽ സെല്ലിലാണ് ആദ്യമായിട്ട് കാണുന്നത്. നെക്സ്റ്റ് റൈബോസോം, അത് നമ്മൾ പ്ലാന്റ് സെല്ലിൽ കണ്ടതാണ്. സൈറ്റോപ്ലാസം, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം, അതും നമ്മൾ എവിടെ കണ്ടു, പ്ലാന്റ് സെല്ലിലും ഉണ്ടായിരുന്നു. മൈറ്റോകോൺഡ്രിയോൺ അല്ലേ, എന്താണ് മൈറ്റോകോൺഡ്രിയോൺ, അത് പ്ലാന്റ് സെല്ലിൽ കണ്ട ഭാഗം തന്നെയാണ്. പ്ലാന്റ് സെല്ലിലും അനിമൽ സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറേയധികം ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അധികമായിട്ട് അനിമൽ സെല്ലിൽ കണ്ട രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ലൈസോസോമും രണ്ടാമത്തേത് സെൻട്രോസോം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് സെൻട്രോസോമിനെ കുറിച്ചാണ്. സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനല്ലേ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺലി ഇൻ അനിമൽ സെൽസ്. ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. The centrioles that play a major role in cell division are seen in the centrosome. കോശവിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിൽ ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലൈസോസോമിനെ കുറിച്ചാണ്. ലൈസോസോം കണ്ടെയ്ൻസ് ദ ഡൈജസ്റ്റീവ് എൻസൈംസ് that are required for the destruction of foreign substances entering the cell. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ലൈസോസോമിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് സീൻ ഇൻ അനിമൽ സെൽസ്, ജന്തുകോശത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ലൈസോസോം കാണപ്പെടുന്നത് ജന്തുകോശത്തിൽ ആണ്. ഇവിടെ സ്ക്രീനിൽ അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും ഉള്ള സെൽ ഓർഗനൽസും ഇനി അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സെൽ ഓർഗനൽസിനെയും ചേർത്തൊരു ഇലുസ്ട്രേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനിമൽ സെല്ലിലുള്ളത് എന്തൊക്കെയാണ്, പ്ലാന്റ് സെല്ലിൽ ഉള്ളത് എന്തൊക്കെയാണ്, ഇനി അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനിമൽ സെല്ലിൽ സെൻട്രോസോം, ലൈസോസോം എന്നിവ, പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂൾ എന്നിവ. ഇനി അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ട് വരുന്നത് ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, ഗോൾജി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ എന്നിവ. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ.